ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, ഈ നിൽക്കുന്നവന്മാർ മുഴുവനും നമ്മുടെ ആൾക്കാരാ. മണിക്കൂറിന് 500 രൂപ വെച്ചാൽ അവർക്ക് കൂലി. അതിനു പുറമെ നിന്റെ ഇരുളറഞ്ഞ ഭൂതകാലം കൂടി തുറക്കാൻ പോയാലേ ഇവന്മാർ അഡീഷണൽ ചാർജ് ചോദിക്കാൻ സാധ്യതയുണ്ട്. മണിക്കൂറിന് 500 രൂപയോ? കുറച്ച് കുറഞ്ഞ കാശിന് അന്യ സംസ്ഥാന തൊഴിലാളികൾ ആരും കിട്ടിയില്ലേ? അവർക്ക് കാശ് കുറവാ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അവന്മാർക്ക് സാ വരൂല. എന്ത്? ഈ സുസ്മിതയുടെ സാ ഇല്ലേ, അത് വരൂലെന്ന്. മുദ്രാവാക്യം വിളിക്കുമ്പോഴത്തേക്ക് സുഷ്മിത ആയി പോവും. അത് മതിയാ? വേണ്ട, കാശിത്തിരി കൂടിയാലും സാ വരുന്നവര് മതി. അത് കറക്റ്റ്. എന്ന് സമയം കളയണ്ട, നമുക്ക് അകത്തേക്കാറാം. സുസ്മിത മേയർ കീ ജയ്, സുസ്മിത മേയർ കീ ജയ്, സുസ്മിത മേയർ കീ ജയ്, സുസ്മിത മേയർ കീ ജയ്. മതി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ആരും പിരിഞ്ഞു പോരുത്. ആളൊന്നിന് 500 രൂപയും പൈന്റും പോത്തിറച്ചി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിച്ചിട്ട് എല്ലാവരും പോവാവൂ. ഓ, ഇവനെ കൊണ്ട് മറ്റേ ഇനി വാവേ, താൻ പഠിപ്പിച്ചു തന്ന ഡയലോഗിന്റെ ഇടയ്ക്കൂടെ തോമാച്ചാനെ കുത്തിക്കയറ്റില്ലേ? തനിക്ക് പൈന്റ് ഇല്ല. ബാക്കി എല്ലാവരും വാങ്ങിച്ചു കഴിച്ചോ കേട്ടാ. സുസു പോയാ? സുസു നില്ല, ഞാനുണ്ട്. സാധാരണ പൈന്റും ചിക്കൻ ബിരിയാണി അല്ലേ, ഇതിപ്പോ എന്താ പോത്തിറച്ചി? അത് കാണുമ്പോ നമുക്ക് വേറെ ഓർമ്മ വരുന്ന ജഗദീപ് സാർ പറയുന്നത്. മാഡം, 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 പെർമിഷൻ ഇല്ലാതെ ആരെ അകത്തേക്ക് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോൺ എബ്രഹാം തന്നെയല്ലേ ഇപ്പോഴും ഇവിടെ ജില്ലാ കളക്ടർ? അതെ മാഡം. എങ്കിലേ ആരെയും എന്ന കൂട്ടത്തിൽ സുസ്മിത ഉൾപ്പെടില്ല. ഇത് സുസ്മിതയാ, സുസ്മിത. സ്ഥലം മേയർ. ഈ കാറങ്ങ് മാറ്റിയിടണം. ആളിറങ്ങാൻ വേണ്ടി ഇവിടെ നിർത്താൻ പറ്റില്ല. മേയറുടെ കാറ് വരാനുണ്ട്. അതുകൊണ്ട് കളക്ടർ സാറിന്റെ കാറ് വരെ മാറ്റിയിട്ടിരിക്കും. ഹെഡി, നീ കേട്ടിട്ടുണ്ടോ? ഓൾ ആർ ഈക്വൽ, ബട്ട് സം ആർ മോർ ഈക്വൽ. എല്ലാവരും തുല്യരാണ്, പക്ഷെ ചിലർ കൂടുതൽ തുല്യരാണ്. അതാടി ജനാധിപത്യം. നാട്ടുകാരുടെ പലിശപ്പണം തിന്നുകൊടുത്ത മൂട്ടയല്ല സുസ്മിത. ജനം നൽകിയ അംഗീകാരത്തിന്റെയും ആദരവിന്റെയും കിരീടമാണ് ഈ മേയർ പദവി. നീയൊക്കെ ഇവിടെ കുത്തിയിരിക്കെ. മേയർ സുസ്മിതേ, കളക്ടറെ കണ്ടിട്ട് വരാം. സത്യാമേ, അവൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? എന്തെങ്കിലും രണ്ടു വാക്കും മറുപടി പറയേണ്ടിയിരുന്നു അവളോട്. സമയം ശരിയല്ല. പോരെങ്കിൽ അവള് നമ്മളോട് നേരിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. മോശം സമയങ്ങളിൽ ദൈവങ്ങൾ പോലും യുദ്ധത്തിന് ഇറങ്ങാറില്ല. സുസ്മിതയോ? വരണം വരണം. ഹലോ, ഇത്ര ബഹുമാനമൊന്നും വേണമെന്നില്ല. ഇരിക്കി.
അപ്പൊ ഇയാളുടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. സുസ്മിതേ, ഞാനൊരു കളക്ടറാണോ? അതിനല്ലെന്നാര് പറഞ്ഞു? ദേ, ഇയാളുടെ സംസാര രീതിയും പെരുമാറ്റമൊന്നും എനിക്ക് തീരെ അങ്ങ് പിടിക്കുന്നില്ല. പിന്നെ പിടിച്ചാ ഇയാൾ ഇയാളെ പെങ്ങളെ കടിച്ചില്ലേ പോവുകയേച്ചി. സുസ്മിതേ, ഹീസ് ക്രോസിംഗ് ദ ലിമിറ്റ്. അതിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് ജോൺ അതങ്ങ് ക്ഷമിച്ചാളാ. ഒരു സെക്കൻഡ് പോലും ജോണിന് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇയാളെ ചുമക്കുന്ന എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കണ്ടില്ലേ, ഇതാ അവസ്ഥ. കൊല്ലാനും പിടിക്കാൻ വയ്യ, വളർത്താനും പിടിക്കാൻ വയ്യ. അയാളുടെ കാര്യം വിട്, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. പുറത്തു വന്ന് ഇരിപ്പുണ്ട്, കണ്ടില്ലേ? പിയെ ഒന്ന് പറഞ്ഞു, ഞാൻ അവരെ മനഃപൂർവ്വം അവിടെ ഇരുത്തിയതാ. ആർക്കു വേണ്ടിയും കാത്തിരുന്നിട്ടില്ലാത്ത സത്യഭാമ കുറച്ചു സമയം അവിടെ കാത്തിരിക്കട്ടെ എന്ന് കരുതി. ഇതൊക്കെ കാണുന്നത് തന്നെ കണ്ണിനൊരു കുളിർമയാ. ഞാൻ ഇതിനൊക്കെ എങ്ങനെയാ ജോണിനോട് നന്ദി പറയാന്ന? അയ്യേ, പച്ച കള്ളം പറയില്ലേ സുസ്മിതേ. ഇന്നലെയും കൂടെ നീ പറഞ്ഞില്ലേ ആ പുളുന്താൻ കളക്ടർ വിചാരിച്ച ഒന്നും നടക്കൂലെന്ന്. ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പറഞ്ഞെന്ന് നീ പറഞ്ഞു. ആ കിഴങ്ങനെ കൊണ്ട് സത്യഭാമയുടെ ഹോട്ടൽ ബിസിനസ്സും റിയൽ എസ്റ്റേറ്റും ഒക്കെ പൂട്ടിക്കണമെന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞെന്ന് ഞാൻ കേട്ടതല്ലേ. അതിന് ഇനി അവന്റെ അണ്ണാക്കിലോട്ട് ലക്ഷ്യങ്ങൾ എത്രയാ തള്ളിക്കൊടുക്കേണ്ടതെന്നും പ്രാഗിയായിരുന്നു. പിന്നെ കള്ളിലും പെണ്ണിലും മുടിച്ചു കളയാനുള്ളതല്ലേന്ന് കരുതി സമാധാനിച്ചായിരുന്നു. പിന്നെ ഇതുപോലുള്ള ദുഷ്ടന്മാര് പോകുന്ന വഴിക്ക് പാണ്ടിലോറി കയറി ചാവുന്നു, അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞിരുന്നില്ലേ സുസ്മിതേ? പാണ്ടിലോറിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോ ബാക്കിയൊക്കെ പറഞ്ഞതാ. നോക്ക് സുസ്മിതേ, ഈ പറഞ്ഞതെല്ലാം സുസ്മിത എന്നെ പറ്റിയാ പറഞ്ഞെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ തമ്മിലുള്ളത് പണത്തിന്റെ ഒരു ഇടപാട് മാത്രമല്ലേ ഉള്ളൂ. സുസ്മിത എനിക്ക് പണം തരുന്നു, ഞാൻ അതിനനുസരിച്ച് ജോലി ചെയ്യുന്നു. അല്ല, ഇയാളപ്പോ സുസ്മിതയുടെ വീട്ടിലെ കിടക്കണം. ഇയാളോട് അല്പസമയം വാ തുറക്കാതിരിക്കാൻ പറയും സുസ്മിത. ജഗതി, ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? സത്യഭാമയുടെ ഹോട്ടൽ ബിസിനസ് റിയൽ എസ്റ്റേറ്റും ഒക്കെ പൂട്ടണം, അത്രേ ഉള്ളൂ. ഇയാളൊന്നും മിണ്ടാതിരിക്കേ. ഞാൻ സുസ്മിതയോടാ ചോദിച്ചത്. എന്നാ സുസ്മിത പറ. ജഗതി ഇപ്പൊ പറഞ്ഞത് തന്നെയാ. ഇപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമായി. സുസ്മിത പറഞ്ഞതുപോലെ ഞാനൊരു പൊളുന്താനൊന്നുമല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 24 hours നടത്തി കാണിക്കാൻ എനിക്കറിയാം. പക്ഷേ എന്നെപ്പറ്റി സുസ്മിതയ്ക്ക് ഇങ്ങനെ ഒരു ഇമേജ് ആയ സ്ഥിതിക്ക് കുറച്ച് കൂടുതൽ പണം ഇറക്കേണ്ടി വരും. പണം കുറച്ച് കൂടുതൽ ഇറക്കാൻ മടിയൊന്നുമില്ല. സുസ്മിത ഇയാൾ ചോദിക്കുന്നതിനേക്കാൾ 1 CR തട്ടിലേക്ക് വെച്ചു തരും. പക്ഷേ പുറത്തിരിക്കുന്ന സത്യഭാമ എന്ന് പറയുന്ന മഹാറാണിയെ കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിക്കാനുള്ള കഴിവുണ്ടോ തനിക്ക്? അതിനുള്ള പവറുണ്ടോ ജോൺ അബ്രഹാമിന്റെ പേരിനൊപ്പം കൂട്ടിച്ചേർത്തിരിക്കുന്ന IAS എന്ന 3 അക്ഷരത്തിന്? സത്യമേ, എന്താ കുട്ടി? സത്യമേ, സത്യം പറയുന്നത് കൊണ്ട് എന്നോടൊന്നും തോന്നരുത്. കളക്ടർ നിങ്ങൾക്ക് കാണാൻ പെർമിഷൻ തരുമെന്ന് തോന്നുന്നില്ല. പിന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോ? പറഞ്ഞു, പക്ഷേ അത് സത്യമേ കാണാൻ വേണ്ടിയാണെന്ന് തോന്നുന്നില്ല. പിന്നെ അത് സത്യമേ കാത്തിരുത്തി അപമാനിക്കാൻ വേണ്ടിയാണെന്നാ തോന്നുന്നത്. അതിന് ഞാൻ അയാളെ കണ്ടിട്ട് പോലില്ലല്ലോ. യാതൊരു മുൻപരിചയവും ഇല്ല. നമുക്ക് പരിചയമില്ലാത്തവരും നമ്മുടെ ശത്രുക്കളാമ സത്യമേ. ജോൺ സാറിന്റെ കൂട്ടുകെട്ടെല്ലാം അത്തരത്തിലാ.
കാൽനഖം മുതൽ മുടി നാര് വരെ അഴിമതിയുള്ള ഒരാളാ കക്ഷി. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആർക്കാ മുൻഗണന കൊടുക്കുന്നതെന്ന്. എന്നാലും അതൊന്ന് കാണുമല്ലോ. അർജുൻ വേണ്ട. സത്യമേ, ഞാൻ ഒരു അഡ്വക്കേറ്റാ. എവിടേക്ക് കയറി ചെല്ലാനും പ്രത്യേക അനുവാദത്തിന്റെ ഒന്നും ആവശ്യമില്ല. അകത്തിരിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റാ. IAS എന്നൊക്കെ പറയുന്നത് വലിയ പദവിയാടാ. ചെറിയൊരു ഒപ്പം കൊണ്ട് തന്നെ അയാള് നമ്മളെ ശ്വാസം മുട്ടിച്ചത് കണ്ടില്ലേ? സത്യമേ, അവൻ മാത്രമേ ഇവിടെ IAS ഓഫീസർ. കളക്ടറാകാനുള്ള മോഹം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാന്ന് ഞാൻ സത്യം ചെയ്യുന്നു. ഇത് സത്യം, സത്യം, സത്യം. സത്യമയ്ക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. ഫോർട്ട് സ്റ്റേഷനിലെ SHO ബിനിലാലിന്റെ മകളാ. അച്ഛൻ പറഞ്ഞിട്ട് സത്യമ്മയുടെ റെക്കമെൻഡേഷനിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഇപ്പൊ എങ്ങനെ പോകുന്നു? താൽക്കാലിക പോസ്റ്റിലാ സത്യമ്മ കയറിയത്. ഇപ്പോൾ അത് സ്ഥിരമായി. ഈ മാസം ആദ്യത്തെ ശമ്പളവും വാങ്ങിച്ചു. നന്നായി. എന്നോടൊന്നും തോന്നിയിട്ടല്ലേ സത്യമ്മേ? മോളെ, ജീവിതത്തിൽ നീ പഠിക്കേണ്ട പരമപ്രധാനമായ ഒരു പാഠമുണ്ട്. ഇപ്പോഴേ നീ അത് പഠിച്ച നിനക്ക് കൊള്ളാം. ജീവിതത്തിൽ നിന്നെ സഹായിച്ചവരെയും കൈപിടിച്ച് കരകയറ്റിയവരെയും അങ്ങ് മറന്നു കളഞ്ഞേക്കണം. വഞ്ചകന്മാരാണെങ്കിലും വിജയിച്ചവർക്കൊപ്പം ചേർന്ന് നിൽക്കണം. എങ്കിലേ നിനക്കും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. പോകടാ. പണം അക്കൗണ്ടിലെത്തി. എത്തി. ഫുൾ ക്രെഡിറ്റ് ആയി. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കണം. സത്യഭാമയെ പിച്ചിട്ടിടിപ്പിക്കുകയല്ലേ? ഡൺ. ഞാൻ കാണിച്ചു തരാം IAS എന്ന 3 അക്ഷരത്തിന്റെ പവർ എന്താണെന്ന്. ഞാനെന്ന് ഇറങ്ങട്ടെ ജോൺ. എന്താടോ? ജോൺ സാറേ, ഒരു പഴമൊഴി ഓർമ്മ വന്നു. അത് സാറേ IAS അക്കാഡമിയിലൊക്കെ പഠിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്താടോ? എ ബനിയൻ ട്രീ ഓൺ ദ ബാക്ക് ഈസ് ദ ബെസ്റ്റ് മെയ്ഡ്. മനസ്സിലായില്ലേ? അത് ചിലയിടത്ത് ആളുകൾ ചിലർക്ക് നല്ല ബെസ്റ്റ് തണലാന്ന്. സാറത് പഠിച്ചിട്ടുണ്ടാവൂല. സാറ് പഠിക്കുമ്പോൾ സിലബസ് മാറിയല്ലോ. എന്നാലും സാറിനെ പറ്റി തന്നെ ആണ്. എന്നാ പോട്ടെ. സുരേഷൻ, കാറെടുത്ത് പോർഷൻ എടുത്തേക്ക് വാ. ഞങ്ങളിവിടെ ഉണ്ട്. സത്യമേ, സത്യമേ നിൽക്ക്. സത്യമേ, വെറുതെ വെയിൽ കൊള്ളണ്ട. സുരേഷ് കാറും കൂടെ കൊണ്ടുവരും. തീയിൽ കൊടുത്തവളാണോടാ ഈ സത്യഭാമ? സത്യഭാമയെ പൊള്ളിക്കാൻ ഈ വെയിലൊന്നും പോരാതെ വരും. സത്യമേ, കാറെത്തി.
സത്യമേ കേറും. ഹോട്ടലിലോ? അവിടെ എത്തിയോ? എന്താണ് മോനെ? അച്ഛാ, ഹോട്ടലിലും അച്ഛമ്മേ, 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 വല്യച്ഛനെവിടെ? അച്ഛമ്മേ, വല്യച്ഛനെവിടെയെന്ന്? അങ്കിൾ, വല്യച്ഛനെവിടെ? അങ്കിളല്ലേ പറഞ്ഞ വല്യച്ഛനെയും കൊണ്ടേ വരുവുള്ളെന്ന്? വലിയച്ഛൻ വരും മോളെ. പറ്റില്ല, ഇപ്പൊ കാണണം എനിക്ക് വല്യച്ഛനെ. എനിക്ക് വല്യച്ഛനെ കാണണം. മോർണിംഗ് വന്നേ. വാ. വീട്, എനിക്ക് വല്യച്ഛനെ കാണണം. എടി നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? വീട് വേണ്ട, എനിക്ക് ഇപ്പൊ വല്യച്ഛനെ കാണണം. മോളെ വീട്, പറഞ്ഞ കേക്കില്ലേ പപ്പി? നീ വന്നേ. എന്നെ വീട്, മോളെ ശ്യാമേ, അവളെ എനിക്ക് വല്യച്ഛനെ എല്ലാരും കൊഞ്ചിച്ച് ഒന്ന് പറഞ്ഞ കേക്കാതായിട്ടുണ്ട് പെണ്ണ്. എന്നെ വീട്, എന്നെ വീട്. അവരെന്താ പറയുന്നേ? അച്ഛാ, വിഷ്ണുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല. അതെന്നെ ശരിയാവുന്നേ? അങ്ങനെ ഒരാളെ അങ്ങനെ ചുമ്മാ പിടിച്ചു വെക്കാൻ പറ്റുമോ? 24 മണിക്കൂർ കരുതൽ തടങ്കലിൽ വയ്ക്കാം. അങ്ങനൊരു നിയമമുണ്ട്. ശേ, അതിനിടെ എന്തൊക്കെ കേസുകളാണ് ഒരു വിഷ്ണുവിനെതിരെ കെട്ടിവെക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ജാമ്യം സംഘടിപ്പിക്കാനാണെങ്കിൽ 2 ദിവസം കോടതി അവധി. ആ എസ് പിക്ക് വ്യക്തിവൈരാഗ്യമുള്ളതുകൊണ്ട് എന്ത് കള്ളക്കേസും അയാൾ കെട്ടിച്ചമയ്ക്കും. അതിപ്പോൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് കോടതിയിൽ നേരിടാനേ നമ്മളെ കൊണ്ട് പറ്റൂ. അപ്പോ 2 ദിവസം വിഷ്ണുവിനെ ലോക്കപ്പിലിടും അയാളല്ലേ? നിലവിൽ അത് തന്നെ അച്ഛാ ഉദ്ദേശം. അല്ലെങ്കിൽ ഇതുപോലെ റെയ്ഡിന് ACP വരേണ്ട ആവശ്യമുണ്ടോ? പക തീർക്കാൻ വേണ്ടി കരുതിക്കുട്ടി തന്നെയാ. നിയമം വിട്ടുള്ള കളിയാണെങ്കിൽ ഞാൻ ഇറങ്ങാൻ ഭാമേ. വേണ്ട രാഘവേട്ട, സമയം ശരിയല്ല. രാഘവേട്ടനെ കൂടി അയാള് കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ട എന്റെ 2 കൈയും തളർന്നത് പോലെയാവും. നമുക്ക് നിയമത്തിന്റെ വഴി മാത്രം നോക്കിയാൽ മതി. വിഷ്ണുവിന്റെ കാര്യം മാത്രമല്ല സത്യമ്മേ, നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക.